ഇത് നന്മയിലേക്ക് നയിച്ചാലുള്ള പ്രതിഫലമാണ്, മദ്രസ കെട്ടിയാലുള്ള പ്രതിഫലമാണ്. ഇതിന്റെ പാരയായി ഭിന്നിപ്പുണ്ടാക്കാനും ഫിത്നയുണ്ടാക്കാനും ഇതിന്റെ പകരത്തിന് പകരം വേറെ എന്തെങ്കിലും ഇവിടെ സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ, ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, തിയേറ്റർ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ചെലവ് കൊടുത്താൽ, അല്ലെങ്കിൽ ഹറാമായി ടി വി കാണുന്ന കാരൻസ് കിട്ടുന്ന ക്ലബ് ഉണ്ടാക്കാനാണ് നിങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതെങ്കിൽ എന്താണ് ക്ലബ്ബുകളിൽ നടക്കുന്നത്? ക്ലബ്ബുകൾ കുഴപ്പമില്ല, ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ആ ക്ലബ്ബുകളുടെ ലക്ഷ്യം ദീനീ ദഅവത്താവണം, പാവങ്ങളെ സഹായിക്കാനാവണം. ഒരു ക്ലബ്ബുണ്ടാക്കി, ഒരു മുറിയുണ്ടാക്കി, അതിൽ എൽഇഡിയുടെ ടി വി വെച്ചു, എന്നിട്ട് സിനിമ കാണുക, എന്നിട്ട് കളി കാണുക, എന്നിട്ട് കാരംസ് ചുറ്റുക, എന്നിട്ട് അവിടെ തോന്നിവാസങ്ങൾ പറയാ. ഇതിന് വേണ്ടി സഹായങ്ങൾ നൽകിയാൽ വഴികേടിലേക്കും ചിന്മയിലേക്കും അനാചാരങ്ങളിലേക്കും ഒരു നാണയത്തൊട്ട് നമ്മൾ നൽകിയാൽ ഇനി ആരൊക്കെയാണോ അവിടെ സിനിമ കാണുന്നത് അവന്റെ ഹറാമ് സാമ്പത്തിക സഹായം നൽകിയ ആൾക്കും ലഭിക്കുകയാണ്. അയാൾ മരിച്ചുപോയി കബറിൽ കിടക്കുകയാണ്. ശ്രദ്ധിക്കണേ സഹോദരിമാരെ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. ക്ലബ്ബുണ്ടാക്കാൻ സഹായിച്ച ഒരു സഹോദരൻ മരിച്ചിട്ട് കബറിൽ കിടക്കുകയാണ്. ആ ക്ലബ്ബിൽ ഇരുന്നിട്ട് 10 പേര് സിനിമ കാണുകയാണ്. പൊന്നു സഹോദര, ആ 10 പേരുടെ ഹറാമും കബറാളിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. തമാശയല്ല, തമാശയല്ല. അതുകൊണ്ട് ഹറാമിലേക്ക് ടിക്കറ്റുമായി റസീറ്റുമായി ആളുകൾ കടന്നു വരും. കൊടുക്കല്ല. ഹറാമായിട്ടുള്ളതിന് 5 പൈസ പോലും കൊടുക്കാൻ പാടില്ല. നന്മയാണോ കൊടുത്തേക്ക് മടിച്ചു നിൽക്കല്ല. സിനിമയിലേക്ക് ഒരാൾ നയിച്ചാൽ, തോന്നിവാസങ്ങളിലേക്ക് ഒരാൾ നയിച്ചാൽ ആരൊക്കെയാണോ അവിടെ കാരംസ് ചുറ്റുന്നത്, ആരൊക്കെയാണോ ടി വി കാണുന്നത്, ആരൊക്കെയാണോ ഹറാം ചെയ്യുന്നത്, ക്ലബിന്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ടാണ് കാമുകിമാരോട് കുറ പറയുന്നത്, വേണ്ടാത്ത വീഡിയോകൾ കാണുന്നത്, അതൊക്കെ ചെയ്യുമ്പോ അതിനൊരു 1 രൂപ പോലും നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സമാധാനം ഖബറിൽ പറയേണ്ടി വരും. അതിന്റെ സമാധാനം മഹ്ശറയിൽ പറയേണ്ടി വരും. അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങിയേക്ക്. അറിയാതെ ചെയ്തവനാണെങ്കിൽ, ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെ ചെയ്തവനാണെങ്കിൽ അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തേക്ക്. നിങ്ങൾക്കറിയാലോ, ഇത് മുമ്പ് ഞാൻ പറഞ്ഞൊരു വിഷയമാണ്, മുമ്പ് സൂചിപ്പിച്ചൊരു വിഷയമാണ്. ഒരാൾ മരിച്ചു പോകുന്നത്, ഒരു സഹോദരൻ മരിച്ചു പോകുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു സഹോദരന്റെ കഥ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോൺ ഫ്രം ദി ഗ്രൈവ്, ഖബറിൽ വെച്ചിട്ട് വ്യഭിചരിക്കുക, മരിച്ചിട്ട് ഖബറിൽ നിന്ന് വ്യഭിചരിക്കുക എന്നൊരു ടൈറ്റിൽ യൂട്യൂബിൽ കൊടുത്ത ഈ സംഭവം ഉദ്ധരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പോൺ ഫ്രം ദി ഗ്രൈവ്, ഖബറിൽ നിന്നിട്ട് ഇങ്ങനെ വ്യഭിചരിക്കുക. എങ്ങനെ ഉസ്താദേ ഖബറിൽ വ്യഭിചരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഖബറിൽ പോവല്ലേ, ഖബറിൽ വ്യഭിചരിക്കുക. എങ്ങനെയാണത് ഉണ്ടായത്? ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ വ്യഭിചാരത്തോട്, ബ്ലൂ ഫിലിമിനോട്, നീല ചിത്രത്തോട് താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ എല്ലാ സൈറ്റുകളിലും പോയി നീല സിനിമകൾ കാണുന്നവർ, എല്ലാ സൈറ്റുകളിലും പോയി ഡൗൺലോഡ് ചെയ്യുന്നവർ, എല്ലാ യൂട്യൂബിന്റെ ചാനലിലും പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നവൻ, ഓരോ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അവന്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്നുണ്ട്, അവന്റെ മെയിലിലേക്ക് പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട്. കാരണം അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു സൈറ്റിൽ പോയി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ അതിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിലേക്ക് വന്നുകൊണ്ടേ. അപ്പൊ ഈ കുട്ടിക്ക്, ഈ ചെറുപ്പക്കാരന് ബ്ലൂ ഫിലിമിന്റെ ഒരുപാട് സൈറ്റുകളുമായി ബന്ധമുണ്ട്. ആ സൈറ്റുകളൊക്കെ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവൻ അയച്ചു കൊടുക്കുക. ഇവനെന്താ പണി? അങ്ങനെ പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുമ്പോ ചങ്ങാതിമാര് വിളിക്കും അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഫയൽ ട്രാൻസ്ഫർ ഓൺ ചെയ്യും. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, മൊബൈൽ ഫോണിലൂടെ, ബ്ലൂടൂത്തിലൂടെ തന്റെ ചങ്ങാതിമാർക്ക് ബ്ലൂ ഫിലിമുകൾ ഷെയർ ചെയ്യുന്നവർ, സിനിമകൾ ചിപ്പിലൂടെ കൈമാറുന്നവർ, ഇതൊക്കെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. തമാശയല്ല ഈ വിഷയങ്ങളൊന്നും. ആ ചെറുപ്പക്കാരന്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന നീല ചിത്രങ്ങള് തന്റെ ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. ചങ്ങാതിമാർ ഇത് കാണാൻ തുടങ്ങി. പിന്നെ എല്ലാ പ്രാവശ്യവും ചങ്ങാതിമാര് വിളിക്കുമ്പോ ഇവനെ അയച്ചു കൊടുക്കാൻ പ്രയാസമായി. പിന്നെ അവൻ ടെക്നോളജിയുടെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്റെ മെയിലിലേക്ക് വരുന്ന ഓരോ നീലചിത്രങ്ങളും ഓട്ടോമാറ്റിക്കായി തന്റെ ചങ്ങാതിമാരുടെ മെയിലിലേക്ക് പോകുന്ന സംവിധാനമുണ്ടാക്കി. തന്റെ മെയിലിലേക്ക് വരുന്നതൊക്കെ അതേസമയം തന്റെ സുഹൃത്തിന്റെ മെയിലിലേക്ക് പോകാനുള്ള, അവര് വിളിക്കാതെ, അവൻ ചോദിക്കാതെ മെയിലിലേക്ക് വരാനുള്ളൊരു സംവിധാനമുണ്ടാക്കി.
അങ്ങനെ ഇരിക്കയാണ് ഒരു ആക്സിഡന്റിൽ അവൻ മരിച്ചു പോകുന്നത്. ആ മരിച്ചുപോയി ചെറുപ്പക്കാരൻ ഖബറിലാണ്. ആ ചെറുപ്പക്കാരൻ ബ്രൂഫിലിയും അയച്ചു കൊടുക്കുന്ന ചങ്ങാതിമാരൊക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അവൻ ഖബറിൽ കിടക്കുകയാണെങ്കിലും അവന്റെ മെയിലിൽ നിന്ന് ഞങ്ങൾക്ക് ഫോൺ വീഡിയോ വരുന്നുണ്ട്, അവന്റെ മെയിലിൽ നിന്ന് നീലചിത്രങ്ങൾ വരുന്നുണ്ട്. ഖബറിൽ കിടക്കുകയാണ്. 10 പേരാണ് നിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത്, 10 പേരാണ് നിന്റെ ചങ്ങാതി വലയത്തിലുള്ളത്. അവർക്കാണ് നീ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ബ്രൂഫിലിയും അയച്ചു കൊടുത്തത്. ആ 10 പേര് ഹറാമ് കാണുമ്പോ പൊന്നുമോനെ വ്യഭിചാരം കണ്ട ഹറാമ് നിനക്ക് ലഭിക്കുകയാണ് ഖബറിലെ. എത്ര കാലമാണോ അവർ കാണുന്നത്, അവർ ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യുന്നത്, അതിന്റെ അംശമൊക്കെ, അതിന്റെ ഓഹരിയൊക്കെ ഖബറിൽ നിന്റെ ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ അത് മായ്ച്ചു കളയുക പ്രയാസമാണല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ തിന്മകളുടെ പ്രചാരകരായി മാറണ്ട, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ആളുകളെ സഹായിക്കാൻ പാടില്ല. സമൂഹത്തിലും നാട്ടിലും ഫിത്നയുണ്ടാക്കുന്ന ആളുകളെ സഹായിക്കല്ല. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. നിങ്ങൾ കൊന്നോ പ്രശ്നമല്ല, നിങ്ങൾ കൊലപാതകം നടത്തിക്കോ. പക്ഷേ കൊന്നാൽ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ ഫിത്നയുണ്ടാക്കിയാൽ ഒന്നല്ല ഒരു കൂട്ടം ആളുകൾ മരിച്ചേക്കാം. അതുകൊണ്ട് ഫിത്നയുണ്ടാക്കല്ല. സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എക്സെൻഡറിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഏതൊക്കെ ഫയൽ ട്രാൻസ്ഫർ ഓപ്ഷനിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് മോശപ്പെട്ട വീഡിയോകളും മോശപ്പെട്ട ഓഡിയോകളും ഷെയർ ചെയ്യുന്ന ആളുകൾ ചിന്മയിലേക്ക് നയിച്ചാൽ ആരൊക്കെയാണോ കാണുന്നത്, ആരൊക്കെയാണോ വീക്ഷിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന ഹറാമിന്റെ പൂർണ്ണമായ ഹറാമ് ഇത് ആദ്യമായി തുടക്കം കുറിച്ച ആൾക്കും ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വിശ്വസിക്കാൻ പറ്റുമോ? സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ലാ യഖ്സു ദാലിക മിൻ ആസാമിഹിം ഷൈആ. ഒരു സിനിമയാണ് നീ അയച്ചു കൊടുത്തത്. ഒരു സിനിമ, പുതിയ സിനിമകൾ വരുമ്പോ നെറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചങ്ങാതിക്ക് നീ അയച്ചു കൊടുത്തോ. അവൻ ആ സിനിമ കാണുമ്പോൾ അവന് ലഭിക്കുന്ന ഹറാം, അതേ ഹറാം അല്പം പോലും കുറയാതെ നിനക്കും ലഭിക്കും. ആരാണ് ഡൗൺലോഡ് ചെയ്തത് അവനും ലഭിക്കും, ആരാണ് നെറ്റിൽ പോസ്റ്റ് ചെയ്തത് അവനും ലഭിക്കും. അതുകൊണ്ട് ഹറാമിന്റെ പ്രചാരകനാവല്ല, തിന്മയുടെ പ്രചാരകനാവല്ല, ഫിത്നയുടെ പ്രചാരകനാവല്ല. ഇതുപോലെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ വലിയ ഉപകാരമാണ്. ഖബറിൽ നമ്മൾ മരിച്ചു കിടന്നാൽ എത്ര കാലമാണോ ഈ മദ്രസ നിലനിൽക്കുന്നത്, എത്ര കാലമാണോ ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. പൊന്നു സഹോദര സഹോദരിമാരെ, എല്ലാത്തിന്റെയും ഓഹരി ഇവര് പഠിക്കുന്ന നന്മയിൽ നിന്ന് അല്പം പോലും കുറയാതെ നിങ്ങൾക്കും അതിന്റെ ശ്രേഷ്ഠത ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയണം. ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.